പൈങ്ങോട്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ വളഞ്ഞുവെച്ച് തല്ലിച്ചതച്ച കൗമാരക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യം പ്രചരിച്ചതോടെയാണ് കേസെടുത്തത്. സംഭവം ഉണ്ടായതിനു പിന്നാലെ പോലീസ് ഇടപെടലുണ്ടായെന്നാണെങ്കിലും പരാതി ഇല്ലെന്ന കാരണത്താൽ അക്രമികളെ പോലീസ് വിട്ടയച്ചിരുന്നു. വീഡിയോയിലൂടെ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതോടെയാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത്. ജുവനൈൽ നിയമപ്രകാരമാണ് നടപടികൾ. പൈങ്ങോട്ടൂർ ടൗണിലെ ഒഴിഞ്ഞ മുറിയിൽ വച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 4 സംഘം അതിക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ റൂമിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. മുഖത്തും തലയിലും മറ്റു ശരീരഭാഗങ്ങളിലുമെല്ലാം മാരകമായി പരിക്കേൽപ്പിക്കുന്ന വിധത്തിലാണ് മർദ്ദനം. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമി സംഘത്തിലുണ്ടായിരുന്ന 2 പേർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. മറ്റു 2 പേർ ഇപ്പോൾ പഠിക്കുന്നില്ല. ദൃശ്യങ്ങൾ പകർത്തിയ വിദ്യാർത്ഥിയും സമീപത്ത് കാഴ്ചക്കാരനായ വിദ്യാർത്ഥിയും കേസിൽ ഉൾപ്പെട്ടേക്കും. ആരും പ്രായപൂർത്തിയായവരല്ല. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. സംഭവം നടന്നതിന് പിന്നാലെ മർദ്ദനമേറ്റ കുട്ടി ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിൽ നിന്നുള്ള ഇൻറ്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോത്താനിക്കാട് പോലീസ് കേസെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതാണ്. കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തുകയും ചെയ്തു. അക്രമി സംഘത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതിയിൽ നിന്നും പിൻവാങ്ങിയതോടെ കേസുമായി മുന്നോട്ടു പോകാൻ പോലീസിന് കഴിഞ്ഞില്ല. പരാതിയില്ലെന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. അക്രമി സംഘത്തിലുണ്ടായിരുന്നവർ തന്നെയാണ് ദൃശ്യങ്ങൾ കൂട്ടുകാർക്ക് പങ്കുവച്ചത്. തുടർന്ന് ഇത് വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് മർദ്ദനത്തിന്റെ ഭീകരത കുട്ടികളുടെ രക്ഷിതാക്കളും പുറം ലോകവും അറിയുന്നത്. കുട്ടി കൊല്ലപ്പെടാവുന്ന സാധ്യത പോലും ഉണ്ടായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നടപടികൾ പോലീസ് പുനരാരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്കും സാധ്യതയുണ്ട്. GTV ന്യൂസ്, പോത്താനിക്കാട്.